ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മിസ്സലേനിയസ് എക്സസൈസിലെ ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. ഷോ ദാറ്റ് ദ ഫോളോയിങ് 4 കണ്ടീഷൻസ് ആർ ഈക്വലൻറ്റ്. നമുക്ക് തന്നിരിക്കുന്ന ഈ 4 കണ്ടീഷൻസും ഈക്വലൻ്റ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് വൺ സെക്കൻഡ് വണ്ണുമായിട്ട് ഈക്വലൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം, സെക്കൻഡ് വൺ തേർഡ് വണ്ണുമായിട്ട് ഈക്വലൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം, തേർഡ് വൺ ഫോർത്ത് വണ്ണുമായിട്ട് ഈക്വലൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം, അതേപോലെ ഫോർത്ത് വൺ ഫസ്റ്റ് വണ്ണുമായിട്ട് ഈക്വലൻ്റ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ നോക്കിയേ, ഇവിടെ നമ്മൾ ആദ്യം ഫസ്റ്റ് വൺ സെക്കൻഡുമായിട്ട് ഈക്വലൻ്റ് ആണ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കിയേ, എ ബിയുടെ സബ്സെറ്റ് ആണ് എന്നാണ് നമ്മളോട് ഫസ്റ്റ് കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഓൾ ദി എലമെൻറ്റ്സ് ഓഫ് എ ആർ ഇൻ ബി, അതാണ് അതിൻ്റെ അർത്ഥം അല്ലേ. എയിലെ എല്ലാ എലമെൻറ്റ്സും എവിടെ ഉണ്ടായിരിക്കും? ബിയിലുണ്ടായിരിക്കും. അപ്പം എയ്ക്ക് ബിയിലുള്ള എലമെൻറ്റുകളുമായിട്ട് ഡിഫറൻസ് ഇല്ല. എയിലെ എല്ലാ എലമെൻറ്റും എവിടെ ഉണ്ടായിരിക്കും? ബിയിലുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബി ചെയ്താൽ എന്തായിരിക്കും? നമുക്ക് നൾ സെറ്റ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ എഴുതി കാണിക്കാം. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1. എ ബിയുടെ സബ്സെറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബി നമുക്ക് 1,2. വെറും സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ്? എ ബിയുടെ സബ്സെറ്റ് ആണ്. അപ്പോൾ ഇവിടെ എ മൈനസ് ബി എടുത്താൽ എന്തായിരിക്കും? എ മൈനസ് ബി എന്ന് വെച്ചാൽ എന്താ? എയിൽ നിന്ന് ബിയിലുള്ള എല്ലാ എലമെൻസുകളെയും നമ്മൾ മൈനസ് ചെയ്യുന്നു അല്ലെങ്കിൽ മാറ്റിക്കളയുന്നു. അപ്പോൾ എയിൽ നിന്ന് ബിയിലുള്ള എലമെൻസുകളെ മാറ്റുന്നു. ബിയിലുള്ളത് ഇവിടെ എന്താണ്? കോമൺ ആയിട്ട് വരുന്നത് 1 ആണ്. ഈ 1നെ നമ്മൾ എയിൽ നിന്ന് അങ്ങ് മാറ്റിക്കളഞ്ഞാൽ പിന്നെ എയിൽ എന്തുണ്ട്? ഒന്നുമില്ല, നൾ സെറ്റ് ആണ്. അപ്പോൾ എ ബിയുടെ സബ്സെറ്റ് ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? എ മൈനസ് ബി ഇസ് ഈക്വൽ ടു 5 എന്ന് പറയാം, അല്ലെങ്കിൽ നൾ സെറ്റ് എന്ന് പറയാം. അപ്പോൾ എയിലുള്ള എല്ലാ എലമെൻറ്റുകളും ബിയിലുണ്ട് എങ്കിൽ നമുക്ക് എന്ത് പറയാം? എ മൈനസ് ബി ഇസ് ഈക്വൽ ടു നൾ സെറ്റ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്താണ്? 1 ഈസ് ഈക്വലൻ്റ് ടു 2 എന്ന് നമുക്ക് പറയാം. അതേപോലെ തിരിച്ചും നമുക്ക് പറയാം, എ മൈനസ് ബി നൾ സെറ്റ് ആണ് എങ്കിൽ അപ്പോൾ എന്തായിരിക്കും? എ ഇസ് ദ സബ്സെറ്റ് ഓഫ് ബി ആയിരിക്കും. ഇനി അടുത്തത് നമ്മൾ രണ്ടാമത് ചെയ്യാൻ പോകുന്നത് എ മൈനസ് ബി ഈസ് ഇക്വൽ ടു 5 ഈസ് ഈക്വലൻ്റ് ടു എ യൂണിയൻ ബി ഈസ് ഇക്വൽ ടു ബി എന്നുള്ളതാണ് തന്നെ ഇനി അടുത്തത് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ രണ്ടാമത്തത് എ മൈനസ് ബി ഈസ് ഇക്വൽ ടു 5 അല്ലെങ്കിൽ നൾ സെറ്റ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? എ ഹാസ് നോ എലമെൻറ്റ്സ് ഡിഫറെൻറ്റ് ഫ്രം ബി, അല്ലെങ്കിൽ എയിലുള്ള എയ്ക്കും ബിക്കും തമ്മിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഇല്ല അല്ലേ. എയിലുള്ള എലമെൻറ്റ് എവിടെയുണ്ട്? ബിയിലും ഉണ്ട്. അപ്പോൾ എ മൈനസ് ബി ഈസ് ഈക്വൽ ടു 5 എന്ന് വെച്ചാൽ എന്താണ്? ഓൾ എലമെൻറ്റ്സ് ഓഫ് എ ആർ ഇൻ ബി അല്ലേ. അങ്ങനെയാണെങ്കിൽ എ സബ്സെറ്റ് ഓഫ് ബി ആയിരിക്കുമെന്ന് ഞാൻ മുകളിൽ പറഞ്ഞു. അപ്പോൾ ഇവിടെ എ യൂണിയൻ ബി എടുത്താൽ എന്തായിരിക്കും? ഇവിടെ എ യൂണിയൻ ബി എടുത്താൽ എന്തായിരിക്കും? എയിലും ബിയിലുമുള്ള എല്ലാ എലമെൻറ്റ്സും ചേർന്ന് വരുന്നതാണ്, റിപ്പീറ്റ് ചെയ്ത് വരത്തില്ല. അതുകൊണ്ട് 1 2 എന്ന് തന്നെ നമുക്ക് കിട്ടും. അതെന്താണ്? ബിക്ക് ഈക്വലാണ്. അപ്പോൾ എ യൂണിയൻ ബി നമുക്ക് എന്ത് കിട്ടി? ബി എന്ന് തന്നെ നമുക്ക് കിട്ടി. സോ ഓൾ എലമെൻറ്റ്സ് ഓഫ് എ ആർ ഇൻ ബി. സോ എ യൂണിയൻ ബി ഇസ് ഇക്വൽ ടു എന്ത് തന്നെ വന്നു? ബി എന്ന് തന്നെ നമുക്ക് കിട്ടി. അപ്പോൾ എ മൈനസ് ബി നൾ സെറ്റ് ആണ് എങ്കിൽ എ യൂണിയൻ ബി എന്തായിരിക്കും? ബി ആയിരിക്കും. അപ്പോൾ ഇവിടെ സെക്കൻഡ് വണ്ണ് തേർഡിന് ഈക്വലൻ്റ് ആണ് എന്ന് നമുക്ക് കിട്ടി. തിരിച്ചും പറയാം, എ യൂണിയൻ ബി ഇസ് ഇക്വൽ ടു ബി ആണ് എങ്കിൽ എ മൈനസ് ബി നൾ സെറ്റ് ആയിരിക്കും. എ യൂണിയൻ ബി ബി ആകണമെങ്കിൽ എന്തായിരിക്കും? എ ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. അപ്പം എ മൈനസ് ബി എടുത്താൽ എന്തായിരിക്കും? നൾ സെറ്റ് ആയിരിക്കും. അപ്പോൾ ഈ എക്സാമ്പിൾ മാത്രം നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി, നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും കേട്ടോ. ഇവിടെ എ മൈനസ് ബി നൾ സെറ്റ് ആണ്. അപ്പോൾ എ യൂണിയൻ ബി എടുത്താൽ എന്ത് തന്നെ വരും? ബി തന്നെ നമുക്ക് കിട്ടും. ഇനി തേർഡ് വൺ, തേർഡും ഫോർത്തും കൂടെ ഈക്വലൻ്റ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. തേർഡ് വൺ എന്താ? എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ബി.
എ യൂണിയൻ ബി ഈസ് ഇക്വൽ ടു ബി ആകണമെങ്കിൽ എ ബിയുടെ സബ്സെറ്റാണ്. എയിലുള്ള എല്ലാ എലമെൻറ്റുകളും ബിയിലുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി എടുത്താൽ എന്തായിരിക്കും? എ ഇൻ്റർസെക്ഷൻ ബി എടുത്താൽ സെറ്റ് 1 ആയിരിക്കും നമുക്ക് കിട്ടുക. ദാറ്റ് ഈസ് എ. അപ്പോൾ എ യൂണിയൻ ബി ഈസ് ഇക്വൽ ടു ബി ആണെങ്കിൽ എന്തായിരിക്കും? എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി. അതായത് എയിലെ എല്ലാ എലമെൻറ്റുകളും എവിടെ കാണും? ബിയിൽ കാണും. സോ എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഇക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? എ എന്ന് കിട്ടും. ഒന്നുകൂടെ ഞാൻ ആദ്യമായിട്ട് പറയാം. എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി. അതിൻ്റെ അർത്ഥം എയിലുള്ള എല്ലാ എലമെൻറ്റുകളും ബിയിലുണ്ട്. എയിലുള്ള എല്ലാ എലമെൻറ്റുകളും ബിയിലുണ്ടെങ്കിൽ എയിൽ നിന്ന് ബി സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് നൾ സെറ്റ് ആയിരിക്കും കിട്ടുക. ഇനി രണ്ടാമത്തതും മൂന്നാമത്തതും കൂടെ നോക്കുമ്പോൾ എ മൈനസ് ബി ഈസ് ഇക്വൽ ടു നൾ സെറ്റ്. അതായത് എയിൽ നിന്ന് ബി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നൾ സെറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി. എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എ യൂണിയൻ ബി ചെയ്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? ബി തന്നെ കിട്ടും. എയിലുള്ള എല്ലാ എലമെൻറ്റുകളും ബിയിലുണ്ട്. അപ്പം എയും ബിയും കൂടെ യൂണിയൻ എടുത്താൽ നമുക്ക് ബി തന്നെ കിട്ടും. ഇവിടെ എക്സാമ്പിൾ നിങ്ങൾക്ക് നോക്കാം. ഇനി അടുത്തത് എ യൂണിയൻ ബി ഈസ് ഇക്വൽ ടു ബി ആണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഇക്വൽ ടു രണ്ടും ഈക്വലൻ്റ് ആണ് എന്ന് നമ്മൾ പറയണം. അപ്പോൾ എ യൂണിയൻ ബി ഈസ് ഇക്വൽ ടു ബി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? എയിലുള്ള എല്ലാ എലമെൻറ്റുകളും ബിയിലുള്ളത് കൊണ്ടാണ് നമുക്ക് യൂണിയൻ എടുത്തപ്പോൾ ബി കിട്ടിയത്. അതിൻ്റെ അർത്ഥം എ ബിയുടെ സബ്സെറ്റാണ്. അപ്പോൾ എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ ഇൻ്റർസെക്ഷൻ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എയിലുള്ള എല്ലാ എലമെൻറ്റുകളും ബിയിലുണ്ട്. അപ്പോൾ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് വരും. അപ്പോൾ നമുക്ക് എ എന്ന് കിട്ടും. അപ്പോൾ സോ എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എ എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? തേർഡ് കണ്ടീഷൻ ഫോർത്ത് കണ്ടീഷനുമായിട്ട് ഈക്വലൻ്റ് ആണ് എന്ന് പറയാം. ഇനി ഫോർത്തും ഫസ്റ്റും കൂടെ നോക്കിയാലോ? എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എ. എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എ. അതായത് എയും ബിയും കൂടി ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് എ ആണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? എയിലുള്ള എല്ലാ എലമെൻറ്റുകളും ബിയിലുണ്ട്. അതുകൊണ്ടാണ് ഇൻ്റർസെക്ഷൻ എടുത്തപ്പോൾ നമുക്ക് എ എന്ന് കിട്ടിയത്. സോ എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ നോക്കാം. എ ഇൻ്റർസെക്ഷൻ ബി ഇവിടെ എടുത്തപ്പോൾ നമുക്ക് 1 ആണ് കിട്ടിയത്. ആ 1 എന്ന് പറയുന്നത് എന്താണ്? എ ആണ്. എന്തുകൊണ്ടാണ് എ വന്നത്? എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി. അപ്പോൾ ഇവിടെ ഫോർത്ത് 1 എന്തുമായിട്ട് ഈക്വലൻ്റായി? ഫസ്റ്റ് 1ഉമായിട്ടും ഈക്വലൻ്റായി. അപ്പം എല്ലാം തമ്മിൽ ഈക്വലൻ്റായി അല്ലേ? ദസ് നമുക്ക് എന്ത് പറയാം? ഫസ്റ്റ് 1 ഈസ് ഈക്വലൻ്റ് ടു 2, that is equivalent to 3, and 3 is equivalent to 4. Thus all 4 conditions are equivalent. മനസ്സിലായല്ലോ? വളരെ സിമ്പിളാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നോക്കി നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു എക്സാമ്പിൾ എഴുതാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെൻ ഡയഗ്രാം വരച്ചിട്ടാണെങ്കിലും ചെയ്യാം. വെൻ ഡയഗ്രാമോ ഇങ്ങനെ ഒരു എക്സാമ്പിളോ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ 4th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി 5th ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.